ഓം 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 സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം നമോ ഭഗവതേ വാസുദേവായ. അമ്മേ നാരായണ. ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈശ്വര സ്വരൂപികളായിട്ട് തന്നെ കണ്ടുകൊണ്ട് നമസ്കരിക്കുന്നു. സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമായ സർവേശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മള് ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധ മനനം തുടരുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളിത് തുടങ്ങി വെച്ചു, അതുകൊണ്ട് ഇതൊരു തുടർച്ച. ഏകാദശ സ്കന്ധം എന്ന് പറഞ്ഞാല് അത് മുക്തിസ്കന്ധമാണ്. മുക്തിക്ക് തക്ക ഒരു ഉപദേശം അവിടെ നമുക്ക് കിട്ടും. അതോടുകൂടി ജനനം അറ്റുപോകും. അതായത് ജനിമൃതികളിൽ നിന്ന് മോചനം കിട്ടും, സർവ ദുഃഖങ്ങളിൽ നിന്ന് മോചനം കിട്ടും, ശാശ്വതമായിട്ടുള്ള ആനന്ദം പ്രാപ്തിയാണ്. പിന്നെ അതിന് ഏകാദശ സ്കന്ധം വെറുതെ ഒന്ന് പാരായണം ചെയ്തു പോയാൽ പോരാ. ചുരുക്കി അതിന്റെ സാരം ഒന്ന് കേട്ടാലും പൂർത്തിയാവില്ല. തുഞ്ചത്തെ എഴുത്തച്ഛൻ രാമായണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അധ്യാത്മ പ്രദീപകം അത്യന്തം രഹസ്യം. അത് ഭാഗവതത്തിലെ ഈ ഏകാദശ സ്കന്ധത്തിനും പ്രസക്താണ്. അധ്യാത്മ പ്രദീപകം, അധ്യാത്മവിദ്യയെ ആത്മവിദ്യയെ പകർന്നു തരുന്നതാണ് ഇത്. അധ്യാത്മവിദ്യ എന്ന് പറഞ്ഞാല് അവനവനെ കുറിച്ചുള്ള അറിവ്, ഈ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള അറിവ്, പരമാത്മാവിനെ കുറിച്ചുള്ള അറിവ്, രാജവിദ്യ. ഇതിന് പര ഒരു അറിവില്ല. സർവവിദ്യാനാം വിദ്യ, അതാണ് അധ്യാത്മവിദ്യ. പിന്നെയോ അത്യന്തം രഹസ്യം. ഇത് രഹസ്യമാണ്, ഇത് ഗോപ്യമാണ്, ഇത് ഗൂഢമാണ്, ആരോടും പറഞ്ഞുകൂടാത്തത് എന്നല്ല അർത്ഥം. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിട്ടുള്ള ഒരു ഗുരു, ശ്രുതി അറിഞ്ഞവൻ, ഉപനിഷത്ത് സാരം അറിഞ്ഞവൻ, ബ്രഹ്മാനുഭൂതിയിലിരിക്കുന്നവൻ, ബ്രഹ്മനിഷ്ഠയിലിരിക്കുന്നവൻ, അങ്ങനെയുള്ളൊരു ഗുരുവിന്റെ മുഖത്തുനിന്ന് മാത്രം വെളിപ്പെട്ട് കിട്ടുന്ന ജ്ഞാനമാണ് ഏകാദശ സ്കന്ധത്തിലെ പ്രതിപാദ്യം. ആ ജ്ഞാനം ജിജ്ഞാസുവായ, ശ്രദ്ധാലുവായ, വിവേകിയായ, മുമുക്ഷുവായിട്ടുള്ള ഒരു ശിഷ്യന് മാത്രമേ തെളിഞ്ഞു കിട്ടുകയുള്ളൂ. സുകൃതിയായിട്ടുള്ള ഒരു ശിഷ്യന് അത് കിട്ടിക്കഴിഞ്ഞാലോ, അത് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്ന് ആദ്യം ആലോചിക്കണം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം ഈ ജന്മം കൊണ്ട് എന്നാണ് രാമായണത്തിനെ കുറിച്ച് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ഏകാദശ മനനം കൊണ്ട് നമുക്ക് കിട്ടും. അധ്യയനം ചെയ്യണം, വെറുതെ പാരായണം ചെയ്തത് കൊണ്ട് ആയില്ല. സമഗ്രമായിട്ടുള്ള പഠനം ആവശ്യമുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ എളിമ വേണം, ഭക്തി വേണം, ആത്മാർത്ഥത വേണം.
എങ്കിലേ ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ള ഈ ജ്ഞാനം നമുക്ക് കരഗതമാവുകയുള്ളൂ. ഇത് അധ്യയനം ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവർക്ക് മുക്തി സിദ്ധിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നു. ആ വാക്കുകൾ ഇവിടെ രാമായണത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എല്ലാം ഭാഗവതത്തിനും പ്രസക്തമാണ്. കാരണം ഇതെല്ലാം നമ്മളെ തത്വം ബോധിപ്പിക്കാനായിട്ടാണ് ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത്. എല്ലാറ്റിലും പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര. ഈശ്വരൻ മാത്രം, പരമാത്മാവ് മാത്രം സത്യം. അതൊഴികെ ഒന്നും സത്യമല്ല. സത്യസ്വരൂപനായിട്ടുള്ള സർവേശ്വരൻ മാത്രം സത്യം. അതൊഴികെ വേറെ ഒന്നും സത്യമല്ല. ഇത് നമ്മൾക്ക് വെളിപ്പെടുത്തി തരാനാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഏകാദശ സ്കന്ധത്തിന് അത് പ്രസക്തമല്ലേ? അപ്പൊ ഇത് സമഗ്രമായിട്ട് അങ്ങോട്ട് പഠിക്കുന്ന ഒരാൾക്ക്, മനനം ചെയ്യുന്ന ഒരാൾക്ക്, വിവേകിയായിട്ടുള്ള ഒരാൾക്ക് മുക്തി സിദ്ധിക്കും. അസന്നിഗ്ധം ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. എപ്പോ കിട്ടും? ഈ ജന്മം കൊണ്ട് ഇപ്പൊ കിട്ടും. ഇവിടെ നമ്മളെല്ലാരും സുഹൃതികളാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ അദ്വൈത വാസന. പരാശക്തിയുടെ അനുഗ്രഹം നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സത്സംഗത്തിൽ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടി. ആ ജഗദീശ്വരിയുടെ കൃപ കൊണ്ട് തന്നെ നമ്മുടെ പ്രയത്നം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലെത്തും. നമുക്ക് ഏകാദശ മനനം തുടരാം. ഏകാദശ സ്കന്ധത്തിൽ 31 അധ്യായങ്ങളാണുള്ളത്. ദശമം വരെ ഭഗവാന്റെ അവതാര ലീലകളെ കുറിച്ചൊക്കെ വർണ്ണിച്ചു കഴിഞ്ഞ് ഏകാദശത്തിലെ തത്വപ്രതിപാദനമാണ്. തുടക്കത്തിൽ യദുവംശത്തിന് കിട്ടുന്ന ശാപത്തെക്കുറിച്ചുള്ള ഒരു വർണ്ണനയുണ്ട്. അത് കഴിഞ്ഞ് ദുഃഖിതനായിട്ടിരിക്കുന്ന വസുദേവരെ നമ്മൾക്ക് കാണാം. വസുദേവർക്ക് തത്വോപദേശം ചെയ്യാൻ എത്തിയിരിക്കുന്ന നാരദരെ നമ്മൾ കണ്ടു. ഭാഗവത ധർമ്മം ഉപദേശിച്ചു. നിമി നവയോഗി സംവാദം പറഞ്ഞു കൊടുത്തു. ആ സന്ദർഭത്തിലാണ് ഉദ്ധവരുടെ രംഗപ്രവേശം. ഭക്തോത്തമനായിട്ടുള്ള ഉദ്ധവർക്ക് നന്നായിട്ട് മനസ്സിലായി യദുവംശത്തിന് നേരിട്ട ഈ ശാപത്തിനെ തടയാൻ ഭഗവാന് സാമർഥ്യമുണ്ട്. എന്നിട്ടും ഭഗവാൻ സമർത്ഥനല്ലാത്ത പോലെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഉദ്ധവർക്ക് പിടികിട്ടി. ഭഗവാൻ ഈ ലീലാമാനുഷ വേഷം ഉപേക്ഷിച്ച് സ്വധാമത്തിലേക്ക് പുറപ്പെടുകയാണ്. ആ ഭക്തോത്തമനായിട്ടുള്ള ഉദ്ധവർക്കത് സഹിക്കാനായില്ല. ഭഗവാനെ അരനിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ ഉദ്ധവർക്ക് കഴിയില്ല. അതുകൊണ്ട് ഉദ്ധവർ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്, ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളെ വെടിഞ്ഞിരിക്കാൻ എനിക്ക് ആവില്ല. അവിടുന്ന് അവതാര ലീലകളെല്ലാം ആടിക്കഴിഞ്ഞ് ഇനി ഈ സ്വന്തം ശരീരത്തെ ഉപേക്ഷിച്ച് സ്വധാമത്തിലേക്ക് പോവുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടുന്ന് എവിടെ പോയാലും അവിടുന്ന് എന്നെ കൂടി കൊണ്ടുപോകണം. ഇതാണ് അപേക്ഷ. ഭഗവാൻ ഉദ്ധവരോട് പറയും, ഉദ്ധവരെ, ഈ ലോകം മായാമയമാണെന്ന് അറിയണം. പരമാത്മാവ് മാത്രമാണ് ഇവിടെയുള്ളത് എന്നറിയണം. ഏകമായ പരമ്പൊരുളിന്റെ വിലാസമാണ് ഈ നാനാത്വ പ്രപഞ്ചത്തിൽ കാണുന്നത് എന്നറിയണം. പരമ്പൊരുൾ മാത്രം സത്യം, അതിൽ പ്രകടമാവുന്നതൊക്കെ മിഥ്യ എന്നറിയണം. മായാ കൽപ്പിതമായിട്ടുള്ള ഈ പ്രപഞ്ചത്തില് വിഷയങ്ങളുടെ പുറകെ പോകാതെ പ്രിയജനങ്ങളിലും ബന്ധുക്കളിലുമുള്ള സ്വജനങ്ങളിലുമുള്ള ഈ ഒട്ടലൊന്ന് ത്യജിക്കണം. എന്നിട്ട് സമഭാവനയോടെ സമദൃക്കായി സർവഭൂതഹിതരതനായിട്ട് ലോകത്തിൽ സഞ്ചരിക്കണം. ഉദ്ധവര് പറയും, എനിക്കതിന് കഴിവില്ല ഭഗവാനെ. ഈ ശരീരം ഉള്ളിടത്തോളം കാലം ഈ ശരീരത്തിനോടും
ഇതിനോട് ബന്ധപ്പെട്ടവരോടും എല്ലാം എനിക്ക് പ്രിയമുണ്ട്. അവരിലുള്ള ഈ പ്രിയത്തെ ഞാൻ എങ്ങനെയാണ് ത്യജിക്കുന്നത്? ത്യാഗോയം ദുഷ്കര, എന്നെ കൊണ്ട് സാധ്യമല്ല ഭഗവാനെ, സാധ്യമല്ല. ഇനി ഈ സത്യമൊക്കെ അറിഞ്ഞ് ഇത് മിഥ്യയാണെന്ന് ഞാൻ തിരിച്ചറിയണമെങ്കിൽ അതിനുള്ള ഉപായം എന്താണ്? എന്തെല്ലാം അനുഷ്ഠാനങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്? അതും കൂടി അവിടെ നിന്ന് എനിക്ക് ഉപദേശിച്ചു തരണം. ഈ സന്ദർഭത്തിലാണ് ഭഗവാൻ ഉദ്ധവോപദേശം സമാരംഭിക്കുന്നത്. ഇത് 31 അധ്യായങ്ങളുള്ള ഏകാദശ സ്കന്ധത്തിലെ 29ാമത്തെ അധ്യായം വരെ ഉദ്ധവരോടുള്ള ഉപദേശമാണ്. ഭഗവാൻ യദുവിന്റെയും അവധൂതന്റെയും തമ്മിലുള്ള ആ ഒരു സംഭാഷണമാണ് തത്വബോധം ഉണ്ടാക്കാനായിട്ട് ഉദ്ധവരോട് പറഞ്ഞു കൊടുക്കുന്നത്. അവധൂതന്റെ 24 ഗുരുക്കന്മാരെ കുറിച്ച് വിസ്തരിച്ച് ഭഗവാൻ പറഞ്ഞു കേൾപ്പിക്കും. എന്നിട്ട് അത് ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ്: ഉദ്ധവരെ, അവധൂതന്റെ വാക്കുകൾ കേട്ട് യദു മഹാരാജാവ് സമനില കൈക്കൊണ്ടു, സന്തുഷ്ടനായി. രാജ്യകാര്യങ്ങളിൽ വർത്തിക്കാൻ തുടങ്ങി. അതുപോലെ സർവത്തിലും വിളങ്ങിക്കാണുന്നത് ആ ഏകമായ പരമ്പരകൾ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ലോകത്തിൽ സഞ്ചരിക്കുക. ഭഗവാൻ തുടരും. ഭഗവാൻ വിഷയങ്ങളുടെ നശ്വരതയെക്കുറിച്ചൊക്കെ ഉദ്ധവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. ഭഗവാൻ പറയും, വിഷയങ്ങളുടെ പുറകേ പായുന്ന ഈ മനസ്സിന് ഈശ്വരനെ കാണാൻ കേൾപ്പില്ല. ഇന്ദ്രിയങ്ങൾ സദാ വിഷയങ്ങളുടെ പുറകെ പായും. നമ്മൾ അറിയണം ഈ വിഷയങ്ങൾ മായയുടെ ഉൽപ്പന്നങ്ങളാണെന്ന് അറിയണം. ഈ അറിവ് നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അന്ധക്കരണം ശുദ്ധമായിരിക്കണം. മനഃശുദ്ധിയുള്ളവർക്ക് മാത്രമേ ലക്ഷ്യത്തിലെത്താനാകൂ. ഇതിനാദ്യം ചെയ്യേണ്ടത് കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റുക എന്നതാണ്. മനുഷ്യനായിട്ട് ജനിച്ച ഒരുവനും ഇവിടെ ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ സാധ്യമല്ലല്ലോ. നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യ കർമ്മകൃത്ത് കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജൈർഗുണേ. അവനവന്റെ പ്രകൃതിക്കനുസരിച്ച്, സ്വഭാവത്തിനനുസരിച്ച് നമ്മളുടെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റിയാൽ കൊണ്ടുവന്ന വാസനകൾ ക്ഷയിപ്പിക്കുകയും ചെയ്യാം, പുതിയ വാസനകൾ ആർജിക്കുകയുമില്ല, അന്ധക്കരണ ശുദ്ധാവും. അതിന് വേണ്ടത് കാമ്യകർമ്മങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കുക, നിവൃത്തി മാർഗം എന്നതാണ്. കാമ്യകർമ്മങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കുക, സർവ്വതും നാരായണായതി സമർപ്പയാമി എന്ന ഭാഗവത ധർമ്മം ആചരിക്കുക. ഇത് കേട്ടപ്പോൾ ഉദ്ധവർക്കൊരു സംശയം. ഉദ്ധവർ ചോദിക്കും, ഭഗവാനെ, ഈ ശരീരത്തിൽ ഇരിക്കുന്നതാണ് ജീവൻ. ഈ ശരീരത്തിൽ ഇരുന്ന് ഈ ശരീരം തൻ്റേതാണെന്ന് അഭിമാനിക്കുന്ന ഒരു ജീവൻ, ആ ജീവൻ എങ്ങനെയാണ് യാതൊരു കെട്ടുപാടുകളുമില്ലാതെ ഈ വ്യവഹാരത്തിൽ പുലരുന്നത്? എങ്ങനെ വ്യവഹാരങ്ങൾ നിവർത്തിക്കും? ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ബദ്ധനല്ലേ? എങ്ങനെ മുക്തി നേടും? എന്താണ് ബദ്ധനും മുക്തനും തമ്മിലുള്ള വ്യത്യാസം? ആരാണ് ബദ്ധൻ, ആരാണ് മുക്തൻ? ബദ്ധനും മുക്തനും ഈ ലോകത്തിൽ വ്യവഹരിക്കുന്നത് എങ്ങനെ? ഒരേ ജീവൻ തന്നെ നിത്യബദ്ധനും നിത്യമുക്തനും അങ്ങനെ ആയിത്തീരാനാകുമോ? എനിക്ക് ആ തത്വം പിടികിട്ടുന്നില്ല. എന്റെ ഈ സംശയം നിവർത്തിച്ചു തരാൻ ജഗദ്ഗുരുവായിട്ടുള്ള ഭഗവാനെ അവിടെ നല്ലാതെ വേറെ ആരുമില്ല. ഉദ്ധവരുടെ ചോദ്യം, ഇനി തുടർന്നുള്ള ചോദ്യങ്ങളും
ഭഗവാന്റെ മറുപടികളും എല്ലാം ശ്രദ്ധിക്കണം. കാരണം ഉദ്ധവരുടെ ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും ചോദ്യമാണ്, ഒരു സാധാരണക്കാരന്റെ ചോദ്യമല്ല. ആത്മവിചാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അതിനായിട്ട് പ്രയത്നിക്കാൻ തയ്യാറുള്ള ഒരു വിവേകിയായ മുമുക്ഷുവിന്റെ ചോദ്യമാണിത്. അതുകൊണ്ട് തുടക്കത്തിലേ പറഞ്ഞല്ലോ നിധി മാം, ദുർഗ്രഹമാണ്, സങ്കീർണമാണ്. പക്ഷെ ഈശ്വര കൃപയും നമ്മുടെ പ്രയത്നവും ഉണ്ടെങ്കിൽ ഹസ്താമലകം പോലെ, ഉള്ളം കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ നമ്മൾക്കും ജ്ഞാനം, നമ്മുടെ ഉള്ളിലും ജ്ഞാനം പ്രകാശിക്കും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ഭഗവാന്റെ മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് ഏകാദശ സ്കന്ധത്തിലെ 11ാമത്തെ അധ്യായമായ ബദ്ധനും മുക്തനും. ഭഗവാൻ പറയും, ഉദ്ധവരെ, പരമാത്മാവ് ഒന്നേ ഉള്ളൂ. പരമാത്മാവിന്റെ തന്നെ ശക്തിയായ മായ, അതാണ് ഈ നാനാത്വത്തെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഭഗവാന് നാമരൂപങ്ങളില്ല. ജാതി, നീതി, കുല, ഗോത്ര ദൂരകം, നാമരൂപ ഗുണ ദോഷവർജിതം, ദേശകാല വിഷയാധിവർത്തി. അത് സാന്ദ്രാനന്ദമാണ്. നാമരൂപങ്ങളില്ല, ജാതി, നീതി, കുല, ഗോത്രമൊന്നുമില്ല, ദേശകാലത്തിനൊക്കപ്പുറം. പക്ഷെ നാമരൂപങ്ങളോട് ചേരുമ്പോൾ, ഒരു ഉപാധിയോട് കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഈ പരമാത്മാവ് തന്നെയാണ് ജീവനായിട്ട് കാണുന്നത്. മായയ്ക്ക് 2 ശക്തികളുണ്ട്, ആവരണം, വിക്ഷേപം. ആവരണം എന്ന് വെച്ചാൽ ഒരു മൂടുപടം. മായ ഈ ശക്തി ഉപയോഗിച്ച് പരമാത്മാവിനെ മറയ്ക്കും. അപ്പൊ ഒരു ജീവന് പരമാത്മാവിനെ കാണാൻ പറ്റില്ല. മറച്ചാൽ മാത്രം പോരാ, മായ ഒരു കാര്യം കൂടി കാണിക്കും. മായയ്ക്കൊരു ശക്തി കൂടിയുണ്ട്, വിക്ഷേപം. പരമാത്മാവിനെ മറയ്ക്കുകയും ചെയ്യും, സത്യത്തെ മറയ്ക്കുകയും ചെയ്യും, മിഥ്യയായ പ്രപഞ്ചത്തിനെ കാണിക്കുകയും ചെയ്യും മായ. രജ്ജു, സർപ്പ, ഭ്രാന്തി ആലോചിക്കും. അരണ്ട വെളിച്ചത്തില് കയറിനെ കണ്ട് കയറാണെന്ന് അറിയുന്നില്ല, സാരമില്ല അറിഞ്ഞില്ലെങ്കിൽ. പക്ഷെ സാരമുണ്ട്, അതിനെ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നു, ഭയപ്പെടുന്നു. അപ്പൊ സത്യത്തെ മറയ്ക്കുകയും മിഥ്യയെ കാണിക്കുകയും ചെയ്യുന്നു മായ. പക്ഷെ ഭഗവാൻ പറയുമ്പോ ഞാൻ, ഉദ്ധവരെ, ഞാൻ മായയ്ക്ക് അധീശനാണ്, മായയ്ക്ക് അതീതനുമാണ്, എന്നെ മായ ബാധിക്കില്ല. ജീവന്മാര് മായയ്ക്ക് അടിമപ്പെട്ട് ഭയപ്പെട്ട് ഭ്രമിച്ച് ശരീരം എന്റേതാണെന്നും ശരീരത്തോട് ബന്ധപ്പെട്ടതെല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണെന്നും കരുതുന്നു. സ്വന്തം സ്വരൂപത്തെ മറക്കുന്നു, നിത്യബദ്ധനായിട്ട് കഴിയുന്നു. ബദ്ധൻ എന്ന് പറഞ്ഞാൽ ബന്ധിതൻ, അസ്വതന്ത്രൻ. മുക്തൻ എന്ന് പറഞ്ഞാൽ മോചിതൻ, സ്വതന്ത്രൻ. വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഇങ്ങനെ നാമരൂപങ്ങളൊന്നുമില്ലാതെ ആത്മവിചാരം ചെയ്ത് മാത്രം ഗ്രഹിക്കാവുന്ന ഒരു വിഷയം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ ഉദാഹരണങ്ങൾ വേണം. തത്വമസി മഹാവാക്യം പുത്രനായിട്ടുള്ള ശ്വേതകേതുവിന് ഉദ്ദാലക മഹർഷി 9 ഉദാഹരണങ്ങളിലൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഭഗവാനും പറയും, ഉദ്ധവരെ, ഞാന് ബദ്ധന്റെയും മുക്തന്റെയും സ്വരൂപം അങ്ങേക്ക് പറഞ്ഞു തരാം. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നിത്യ മുക്തനായിട്ടുള്ള ഈശ്വരനും നിത്യ ബദ്ധനായിട്ടുള്ള ജീവനും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. രണ്ടാമത്, നിത്യമുക്തന്മാരും നിത്യ ബദ്ധന്മാരുമായിട്ടുള്ള ജീവന്മാരെ കുറിച്ച് പറഞ്ഞു. അപ്പൊ 2 കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്ന്, നിത്യമുക്തനായിട്ടുള്ള ഈശ്വരനും നിത്യബദ്ധനായിട്ടുള്ള
ജീവനും തമ്മിലുള്ള വ്യത്യാസം അതിമനോഹരമായിട്ടുള്ള ഒരു ഉപമ ഭഗവാൻ അവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഒരു വൃക്ഷത്തില് ഒരേ സ്വരൂപത്തോടു കൂടിയ 2 പക്ഷികൾ താമസിച്ചിരുന്നു. അവരൊരേ കൂട്ടിലാണ് ജീവിക്കുന്നത്. അതിൽ ഒരു പക്ഷി ഈ വൃക്ഷത്തിനെ തന്റെ സ്വന്തം എന്ന് കരുതും. അതിലുണ്ടാവുന്ന എല്ലാ ഫലങ്ങളും തനിക്ക് ആസ്വദിക്കാനുള്ളതാണ് എന്ന് കരുതും. എന്നിട്ട് സദാസമയവും ആ പഴങ്ങൾ ഇങ്ങനെ കൊത്തിത്തിന്നുകൊണ്ടിരിക്കും. സ്വാദുള്ള പഴങ്ങൾ കൊത്തിത്തിന്നുമ്പോൾ സുഖിക്കും. സ്വാദ് കുറഞ്ഞ പഴങ്ങൾ കൊത്തിത്തിന്നുമ്പോൾ ദുഃഖിക്കും. രണ്ടാമത്തെ പക്ഷി ഒന്നും ഭക്ഷിക്കുകയില്ല, വെറുതെ ഇരിക്കും. പക്ഷെ ആ പക്ഷിയാണ് കൂടുതൽ ബലവാൻ, ആ പക്ഷിയാണ് കൂടുതൽ സുഖി. ഇവിടെ വൃക്ഷം എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാണ്. കൂട് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. ഒന്നും ഭക്ഷിക്കാത്ത പക്ഷി സ്വരൂപാനന്ദത്തിലിരിക്കുന്ന നിത്യമുക്തനായിട്ടുള്ള ജഗദീശ്വരനാണ്. പഴങ്ങൾ കൊത്തിത്തിന്ന് സുഖിക്കുകയും ദുഃഖിക്കുകയൊക്കെ ചെയ്യുന്ന പക്ഷി ജീവനാണ്. ഈശ്വരൻ ഈശ്വരനെയും അറിയുന്നു, ജീവനെയും അറിയുന്നു. ജീവൻ ജീവനെയും അറിയുന്നില്ല, ഈശ്വരനെയും അറിയുന്നു. ഇതാണ് നിത്യമുക്തനായിട്ടുള്ള ഈശ്വരനും നിത്യബദ്ധനായിട്ടുള്ള ജീവനും തമ്മിലുള്ള വ്യത്യാസം. മുണ്ടകോപനിഷത്തിൽ ഇതുപോലൊരു ഉദാഹരണം ഉണ്ടല്ലോ. ഒന്ന് ജീവപക്ഷി, ഒന്ന് ബ്രഹ്മപക്ഷി. ജീവപക്ഷി എല്ലാ പഴങ്ങളും കൊത്തി തിന്നുകൊണ്ടിരിക്കും. ബ്രഹ്മപക്ഷി സാക്ഷിയായിട്ട് ഇങ്ങനെ ഇരിക്കും. കുറെ കഴിഞ്ഞ് ജീവന് മടുത്തു, സുഖദുഃഖ അനുഭവങ്ങളെല്ലാം മടുത്തു. അപ്പോ മുകളിലിരിക്കുന്ന പക്ഷി ആരാണെന്ന് അറിയാനായിട്ട് അതിന്റെ അടുത്തെത്തുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അത് തിരിച്ചറിയുന്നത്, അത് ഞാൻ തന്നെ. ബ്രഹ്മത്തെ തേടി അലഞ്ഞ് ബ്രഹ്മത്തെ കണ്ടെത്തി ബ്രഹ്മത്തിൽ ലയിക്കുന്നവൻ ബ്രഹ്മം തന്നെ. വേദാന്ത സാരസംഗ്രഹമാണ് ശ്രീമദ് ഭാഗവതം. ഇതേ തത്വം ബോധിപ്പിക്കാനാണ് ഭഗവാൻ ഈ ഉദാഹരണം പറയുന്നത്. അടുത്തതായിട്ട് ജീവന്മാർ തമ്മിലുള്ള ഭേദം പറഞ്ഞു തരാം എന്ന് പറയുന്നു. നിത്യബദ്ധനായിട്ടുള്ള ജീവനും നിത്യമുക്തനായിട്ടുള്ള ജീവനും. അതിന് സ്വപ്നത്തിന്റെ ഉദാഹരണമാണ് ഭഗവാൻ എടുക്കുന്നത്. ബുദ്ധർക്ക് വേഗം വ്യത്യാസം വെളിപ്പെട്ട് കിട്ടാൻ. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നാഭിമാനിയായ ജീവൻ അത് തന്നെയാണ് സ്വപ്നലോകം സൃഷ്ടിക്കുന്നത്. ഞാൻ തന്നെയാണ് പലതായിട്ട് സ്വപ്നത്തിൽ കാണുന്നത്. എന്റെ മനസ്സ് തന്നെയാണ് സ്വപ്നലോകത്തെ സൃഷ്ടിക്കുന്നത്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നം സത്യമാണ് എന്നറിഞ്ഞുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ജീവൻ നിത്യബദ്ധൻ. സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് കഴിഞ്ഞാൽ പിന്നെ സ്വപ്നത്തിൽ കണ്ട യാതൊന്നും സത്യമാണെന്ന് കരുതില്ലല്ലോ. അതിലെ സത്യത്വം പിന്നെ കൽപ്പിക്കില്ല. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവൻ നിത്യമുക്തൻ. ഉദാഹരണം മനനം ചെയ്താൽ നമുക്ക് നിത്യബദ്ധനെയും നിത്യമുക്തനെയും ആരാണെന്ന് പിടികിട്ടും. വ്യവഹാരത്തിൽ ഈ ബദ്ധനും മുക്തനും ഒക്കെ ഒരുപോലെയാണ് ഇരിക്കുക. പുറമേ കണ്ടാൽ ആരാണ് മുക്തൻ ആരാണ് ബദ്ധൻ എന്നൊന്നും നമുക്ക് പിടികിട്ടുകയില്ല. കാരണം എല്ലാവരും പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും കൊണ്ട് തന്നെയാണ് ഈ ലോകത്തിൽ വ്യവഹരിക്കുന്നത്. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, ഇരിക്കുക, നടക്കുക, കിടക്കുക,
സുഖിക്കുക, ദുഃഖിക്കുക. ഇതെല്ലാം ബദ്ധനും മുക്തനും ഒരുപോലെയാണ് ചെയ്യുന്നത്. ബാഹ്യമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. അവരെങ്ങനെയാണ് ലോകത്തിൽ വ്യവഹരിക്കുന്നതെന്ന് ഉദ്ധവർ ചോദിച്ചില്ലേ? അതിന്റെ ഭഗവാന്റെ മറുപടിയാണിത്. ബദ്ധനും മുക്തനും തമ്മിലുള്ള വ്യത്യാസം ഉള്ളിലാണ്, ആന്തരിക ഘടനയ്ക്കാണ്. നിത്യബദ്ധനായിട്ടുള്ള ജീവൻ ദേഹോഹം ബുദ്ധി കൊണ്ട് ശരീരമാണ് താൻ, ശരീരത്തോട് ബന്ധപ്പെട്ട എല്ലാം തനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് കരുതി ഭ്രമിച്ച് ഭയപ്പെട്ട് കർത്തൃത്വ അഭിമാനത്തോടുകൂടി ലോകത്തിൽ വ്യവഹരിക്കും. ഈ കർത്തൃത്വ അഭിമാനം വെച്ച് ലോകത്തിൽ വ്യവഹരിക്കുന്നത് കൊണ്ട് ഒരിക്കലും അവന്റെ ശരീരാഭിമാനം നീങ്ങുന്നതല്ല. മരണം വരെ ഈ ശരീരാഭിമാനം നിലനിൽക്കുകയാണെങ്കിൽ മരണത്തിന് ശേഷവും ഈ ശരീരത്തിലിരിക്കുന്ന ജീവൻ മറ്റൊരു ശരീരം തേടി പോകേണ്ടി വരും. കാരണം കർമ്മവാസനകൾ അവസാനിച്ചിട്ടില്ല. കർത്തൃത്വ ഭാവനയോടുകൂടി കർമ്മം ചെയ്ത് വീണ്ടും വീണ്ടും വാസനകളെ സൃഷ്ടിച്ചിരിക്കുന്നു. അതിനെ ക്ഷയിപ്പിക്കാൻ ആ ശരീരം പോരാ. ഈ ശരീരാഭിമാനം കൊണ്ടാണ് അവസാനം വരെ ജീവിക്കുന്നതെങ്കിൽ, ശരീരാഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ ശരീരം ത്യജിക്കുന്നതെങ്കിൽ, ആ ജീവന് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കാതെ നിർവാഹമില്ല. അവൻ നിത്യബദ്ധൻ. നിത്യമുക്തന്റെ സ്ഥിതിയോ? നിത്യമുക്തനായിട്ടുള്ളവൻ ഉള്ളിൽ അറിയുന്നുണ്ട്, പഞ്ചഭൂത നിർമ്മിതമാണ് ഈ ശരീരം. ഞാൻ സ്ഥൂല ശരീരവുമല്ല, സൂക്ഷ്മ ശരീരവുമല്ല. ഇതിനെല്ലാം സാക്ഷിയായിട്ടുള്ള ശിവൻ, ആത്മാ, അതാണ് ഞാൻ. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഈ തിരിച്ചറിവിന്റെ നിറവിൽ നിന്നാണ് നിത്യമുക്തനായിട്ടുള്ള ആളുകൾ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നത്. ലോകത്തെ ഭയപ്പെടുന്നില്ല മുക്തൻ. ലോകത്തെ ഭയപ്പെടുത്തുന്നുമില്ല. അവനാണ് മുക്തൻ. അവന് രാഗദ്വേഷങ്ങളില്ല, അവന് ആഗ്രഹങ്ങളില്ല. സർവസങ്കല്പങ്ങളെയും വെടിഞ്ഞ് മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ഒന്നും ചിന്തിക്കാതെ അതിന്റെ ഉറവിടമായിട്ടുള്ള ആത്മാവിനെ കൊണ്ടുവന്ന് ലയിപ്പിച്ചിരിക്കുന്നവനാണ് നിത്യമുക്തൻ. ദുർജനങ്ങളെ പരിഹസിച്ചാൽ മുക്തനെ ബാധിക്കില്ല. സജ്ജനങ്ങളെ സ്തുതിച്ചാൽ മുക്തനെ ബാധിക്കില്ല. സാധാരണ ആളുകൾ ഇല്ല എന്ന് കരുതുന്ന ബ്രഹ്മത്തെ അറിഞ്ഞനുഭവിച്ചുകൊണ്ടിരിക്കുന്നവൻ ആരോ അവനാണ് മുക്തൻ. സാധാരണക്കാർ സത്യം എന്ന് കരുതി വ്യവഹരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വത്തെ തിരിച്ചറിയുന്നവൻ ആരോ അവനാണ് ജീവൻ മുക്തൻ. പക്ഷെ ഈ മുക്തനും ബദ്ധനാണെന്നുള്ള ഭാവത്തിലൂടെ കഴിയും. അവന്റെ നാട്യമാണത്. ഈ സന്ദർഭത്തില് സുന്ദരാകാന്ഡത്തിലെ ഹനുമാൻ സ്വാമിയാണ് ഓർമ്മ വരിക. രാമകാര്യത്തിനായിട്ട് ലങ്കയിലെത്തി, രാമകാര്യം സാധിച്ചു. സീതാ ദർശനം കിട്ടി, മുദ്രാങ്കുലിയെ ഏൽപ്പിച്ചു, അടയാളവാക്യം പറഞ്ഞു കൊടുത്തു, തിരിച്ച് ചൂടാരത്നമ്മയെ സ്വീകരിച്ചു, അടയാളവാക്യം കേട്ടു. ഇനി മടങ്ങി പോവാം ഹനുമാന്. പക്ഷേ രാമദൂതനല്ലേ, ഇങ്ങനെ ഒരു ദൂതൻ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള രാവണനെ അറിയണ്ടേ? അതിനുവേണ്ടി മാത്രമാണ് ലങ്കാമർദ്ദനം. പക്ഷെ എതിരിടാൻ വന്നവരെ രാക്ഷസന്മാരെ കൊന്നു, അക്ഷകുമാരനെയും വധിച്ചു. അപ്പോഴാണ് ഇന്ദ്രജിത്ത് വരുന്നത്. ബ്രഹ്മാസ്ത്രത്തിന് ആദരവോടുകൂടി വണങ്ങി ബദ്ധനാണെന്നുള്ള ഭാവത്തില് ആ ബന്ധനത്തിൽ അങ്ങനെ കിടന്നു. നോക്കൂ, ബദ്ധനല്ല, ബദ്ധനായിട്ട് ഭാവിക്കുകയാണ്.
സദാ രാമനാമം ജപിക്കുന്നവൻ, സദാ രാമസ്മരണയിലിരിക്കുന്നവര്, ആ ഭക്തന്, ആ രാമദാസന് എന്നെങ്കിലും ബന്ധം ഭവിച്ചിടുമോ? ഒരിക്കലുമില്ല. ഹനുമാൻ സ്വാമിക്ക് അറിയാം ഹനുമാൻ ആരാണെന്ന്, ഞാൻ ആരാണെന്ന് അറിയാം. അതാണല്ലോ ഏറ്റവും വലിയ അറിവ്. അതുകൊണ്ടല്ലേ ശ്രീരാമചന്ദ്രൻ ചോദിക്കുമ്പോ ദേഹബുദ്ധ്യാത്തു ദാസോഹം, ഞാൻ ദേഹമാണെങ്കിൽ രാമ ഞാൻ നിന്റെ ദാസൻ. ജീവബുദ്ധ്യാത്വദംശകഃ, ഞാൻ ജീവാത്മാവാണ്, നീ പരമാത്മാവാണെങ്കിൽ ഞാൻ നിന്റെ അംശമായിട്ടുള്ള ജീവാത്മാ. ആത്മാബുദ്ധിയ, ഞാൻ ആത്മാ ആണെങ്കിൽ നീ ആത്മാ ആണെങ്കിൽ ഞാനും ആത്മാ. ആത്മബുദ്ധിയാത്തു ത്വമേവാഹം, ഞാനും നീയും ഒന്ന്, രണ്ടില്ല. ഈ അറിവിന്റെ നിറവിൽ നിൽക്കുന്ന ഒരാൾക്ക് ബന്ധം സംഭവിക്കില്ലല്ലോ, ബന്ധനം സംഭവിക്കില്ലല്ലോ. അതുകൊണ്ടാണ് കണ്ടേ ഞാൻ സീതയെ കപനീവഹ വീരരെ, ഉടനെ പറയും കാകുൽസ്ഥ വീരൻ അനുഗ്രഹത്താൽ ഞാൻ സീതയെ കണ്ടു. അത് രാമചന്ദ്ര മഹാപ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇതാണ് നിത്യമുക്തന്റെ ലക്ഷണം. എന്ത് ചെയ്യുമ്പോഴും നകിഞ്ചിത് കരോമീതി, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇന്ദ്രിയങ്ങളുടെ ജോലി ചെയ്യുന്നു. ദുഃഖിക്കുമ്പോ മനസ്സിന്റെ ജോലി ചെയ്യുന്നു, സുഖിക്കുമ്പോ മനസ്സിന്റെ ജോലി ചെയ്യുന്നു. ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ ശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപം. ഈ ഒരു നാട്യത്തിലാണ് നിത്യമുക്തൻ ഇവിടെ കഴിയുന്നത്. ബദ്ധഭാവത്തിൽ കഴിയും. ഒരു ബാലനെ പോലെ, ഒരു ജഡനെ പോലെ. ഒരു ചെറിയ കുട്ടി ഒരിക്കലും അധർമ്മമൊന്നും ചെയ്യില്ലല്ലോ, സഹജഭാവത്തിൽ വർത്തിക്കും ബാലൻ. അതുപോലെയാണ് നിത്യമുക്തൻ, സഹജഭാവത്തിൽ വർത്തിക്കും. ശ്രീരാമകൃഷ്ണ പരമഹംസര് ഈ ബുദ്ധനെ മുക്തനെയൊക്കെ, ബദ്ധനെ മുക്തനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ പോലുള്ളവർക്ക് വളരെ വേഗം മനസ്സിലാക്കാൻ, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയും. രാമകൃഷ്ണദേവർ അങ്ങനെയാണല്ലോ, ലളിതമായിട്ടുള്ള ഉദാഹരണങ്ങൾക്ക് വലിയ തത്വങ്ങൾ ഗ്രഹിപ്പിക്കാനായിട്ട് നമുക്ക് പറഞ്ഞു തരാറില്ലേ. അതുപോലെ ഒരു ഉദാഹരണമുണ്ട്. ഒരു മുക്കുവൻ ഒരു തടാകത്തില് വല വീശിയിരിക്കുകയാണ്. ഒരുപാട് മത്സ്യങ്ങള് ആ വലയ്ക്കുള്ളിൽ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ മത്സ്യങ്ങൾ അറിയുന്നേയില്ല ഞങ്ങൾ ഈ വലയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന്. ആ മത്സ്യങ്ങള് കളിച്ച് കുളിച്ച് തിമർത്ത് ആഹ്ലാദിച്ച് രസിച്ച് വരാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് ഒട്ടും ബോധമില്ലാണ്ട് വലയ്ക്കുള്ളിൽ ഇരിക്കുകയാണ്. ഒരിത്തിരി നേരം കഴിയുമ്പോ ഈ മുക്കുവൻ ഈ വല അങ്ങോട്ട് വലിച്ചു കയറ്റുമ്പോ ഇതെല്ലാം കരയിൽ കിടന്ന് പെടഞ്ഞു മരിക്കും. അറിയില്ല അവർക്ക്, അവരറിയുന്നേയില്ല. കുറച്ച് മത്സ്യങ്ങള് വലയിൽ പെട്ടൂന്ന് മനസ്സിലാക്കി. അവിടെ നിന്ന് രക്ഷപ്പെടാനൊക്കെ ആയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. വേറെ കുറച്ച് മത്സ്യങ്ങളുണ്ട് മുക്കുവന്റെ കാൽക്കൽ പോയി കിടക്കുകയാണ്, അവിടെ നിന്ന് അനങ്ങണില്ല. മുക്കുവൻ ഈ വല വലിച്ചു കരയിലേക്ക് കയറ്റുമ്പോ ഈ കാൽക്കൽ കിടക്കുന്ന മത്സ്യങ്ങൾ ഒരിക്കലും വലയിൽ പെടില്ല. ഇവിടെ മുക്കുവൻ എന്ന് പറയുന്നത് പരമാത്മാവാണ്, വല എന്ന് പറയുന്നത് മായയാണ്, ആ തടാകം എന്ന് പറയുന്നത് സംസാരമാണ്, മത്സ്യങ്ങൾ എന്ന് പറയുന്നത് ജീവന്മാരാണ്. വലയിൽ കുടുങ്ങിയിട്ടും ബദ്ധരായിട്ടും ബദ്ധരാണെന്ന് അറിയാതിരിക്കുന്ന ജീവന്മാർ നിത്യബദ്ധന്മാരാണ്. ജലത്തിലെ പോളകൾ എന്ന പോലെ ചലം മനുഷ്യർക്കു ശരീരബന്ധം, കുലം ബലം പുത്ര കലത്ര ജാലം ഫലം വരാ, മൃത്യു വരും ദശായ. ഒരു വെള്ളത്തിലെ കുമിള പോലെയാണ് മനുഷ്യരുടെ ജീവിതം. വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം എന്ന്
എഴുത്തച്ഛൻ പറഞ്ഞതും ജലത്തിലെ പോളകൾ എന്ന പോലെ എന്ന കുഞ്ചൻ നമ്പ്യാർ മണിപ്രവാളത്തിൽ പറഞ്ഞതും ഒന്ന് തന്നെയല്ലേ? നമ്മുടെ കുലമോ ബലമോ സ്വാധീനമോ ബുദ്ധിശക്തിയോ പണമോ പ്രതാപമോ പ്രഭുത്വമോ എന്തെങ്കിലും അവസാന ഘട്ടം വരെ നമുക്ക് ആശ്രയയോഗ്യമായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? വിഷയങ്ങളുടെ പുറകെ വാഞ്ഞ് അത് നമുക്ക് സദാ സന്തോഷം തരുന്ന ആഗ്രഹിക്കുന്നവൻ കൂടുതൽ കൂടുതൽ ക്ലേശത്തെയാണ് സമ്പാദിക്കുന്നത്. ആ ബദ്ധരായ ജീവന്റെ പ്രതീകങ്ങളാണ് വലയിൽ കുടുങ്ങിയിട്ടും കുടുങ്ങി എന്നറിയാത്ത മത്സ്യങ്ങൾ. കുടുങ്ങി എന്നറിഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ള പഴുതുകളൊക്കെ അന്വേഷിക്കുന്നവര് മുമുക്ഷുക്കളായിട്ടുള്ള ജീവന്മാരുടെ പ്രതീകങ്ങളാണ്. അവർ പ്രയത്നിക്കുന്നുണ്ട്, വഴി അന്വേഷിക്കുന്നുണ്ട്, രക്ഷപ്പെടണമെന്ന് മോഹിക്കുന്നുണ്ട്. പക്ഷെ മുക്കുവന്റെ കാൽക്കൽ കിടക്കുന്ന മത്സ്യങ്ങളെ ആലോചിച്ച് നോക്കൂ. അവര് നിത്യമുക്തന്മാരാണ്, അവര് വരയിൽ കുടുങ്ങുകയില്ല. ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുന്ന ഒരുവൻ ഒരിക്കലും വിഷയാസക്തനാവില്ല. നമേ ഭക്തപ്രണസ്ഥിതി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിയും താതഗച്ഛതി എന്ന സാന്ത്വനം ഉണ്ടല്ലോ ഭഗവാന്റെ. മംഗളകർമ്മത്തെ ചെയ്യുന്നവൻ ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കുകയില്ല. ഇങ്ങനെ ഭഗവാനെ സർവാത്മനാ ശരണം പ്രാപിച്ച് സമ്പൂർണമായിട്ടുള്ള ഒരു ശരണാഗതി അടയുന്ന ഒരുവന് കാലം കൊണ്ട് ഈശ്വരനിലെ സത്യത്വത്തെ പിടികിട്ടും, പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വത്തെയും പിടികിട്ടും. ഇത് തിരിച്ചറിയുന്ന ഒരുവൻ പിന്നെ ബദ്ധനല്ല. ബദ്ധനാണെന്നുള്ള നാട്യത്തിലൊക്കെ ഇവിടെ പ്രാരബ്ധം ക്ഷയിക്കുന്നവരെ കഴിഞ്ഞുകൂടേണ്ടി വരും. അവനറിയാം ഈ സ്ഥൂല ശരീരത്തിനും ഈ സൂക്ഷ്മ ശരീരത്തിനുമൊക്കെ സാക്ഷിയായിട്ടുള്ള ചൈതന്യമാണ് ഞാൻ. ആ തിരിച്ചറിവിന്റെ നിറവില് ഒരു കർത്തൃത്വ ബോധം ഇല്ലാതെ സകലതും ചെയ്യും. ആരും ആയിക്കോട്ടെ, ഏത് ഫീൽഡിൽ ജോലി ചെയ്യണവരും ആയിക്കോട്ടെ, ഏത് ആശ്രമത്തിൽ ഇരിക്കുന്നവരും ആയിക്കോട്ടെ, അതായത് ബ്രഹ്മചര്യമാവട്ടെ, വാനപ്രസ്ഥമാവട്ടെ, ഗർഭസ്ഥ്യമാവട്ടെ, സന്യാസമാവട്ടെ, എവിടെ ഇരിക്കുന്നവർക്കും നിത്യബദ്ധനാണെന്നുള്ള ഭാവത്തില് നിത്യമുക്തനായിട്ട് തന്നെ ഇവിടെ കഴിയാം. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ ഡയറി കുറിപ്പുകളില് കാണാനിടയായി. അതിന്റെ അവതാരികയില് ആ ഡോക്ടർ കുറിച്ചിട്ട വരികള് എന്നെ വല്ലാതെ സ്പർശിച്ചു. ഈ സന്ദർഭത്തില് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കിടണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ഡോക്ടർമാരൊക്കെ ഇതിനു മുമ്പ് അവരുടെ അനുഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാകാം. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതില് വൈദ്യശാസ്ത്രത്തിന്റെ മികവിനെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള ആ ചികിത്സാ രീതിയുടെ അത്ഭുതകരമായിട്ടുള്ള കഴിവുകളെ കുറിച്ച് പ്രകീർത്തിക്കാനോ അല്ലെങ്കിൽ മരുന്നുകളുടെ മാസ്മരികതകളെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ സ്വന്തം കഴിവിനെ പുകഴ്ത്തി പറയാനോ ഒന്നുമല്ല ഈ ഡോക്ടർ ഈ ഡയറി കുറിപ്പുകൾ എഴുതിയിട്ടുള്ളത്. അവരുടെ വാക്കുകൾ ഇതാണ്: ഒരു രോഗിക്ക് കിട്ടുന്ന ചികിത്സ ഈശ്വര നിശ്ചയമാണ് എന്ന് ഞാൻ കരുതുന്നു. ഈശ്വരന്റെ കൃപ ആ രോഗിയിൽ എത്തുന്നത് എന്നെ പോലുള്ള ഡോക്ടർമാരാകുന്ന ആ ഉപാധിയിലൂടെയാണ് എന്ന് ഞാൻ കരുതുന്നു. രോഗികളുടെ സഹനത്തിന്റെയും അതിജീവനത്തിന്റെയും ആ അനുഭവങ്ങളൊക്കെ അവർ പങ്കിടുമ്പോൾ ഡോക്ടറുടെ കണ്ണ് നിറയും, കണ്ണ് നനയും. പക്ഷേ ആ അനുഭവങ്ങൾ ഈ ഡോക്ടറുടെ കണ്ണ് തുറപ്പിച്ചു. അവർക്ക് കൂടുതൽ കൂടുതൽ ഉൾക്കാഴ്ചകളുണ്ടായി. അങ്ങനെ അവർ പറയണ എന്റെ ജോലി
ഒരു ജോലി എന്നത് കവിഞ്ഞ് അതൊരു സാധനയായിട്ട് മാറി. എന്നിട്ട് ഈ മാറ്റത്തിന്റെ കാരണക്കാരിയായിട്ട് കാണുന്നത് ജഗത് ഗുരുവായിട്ടുള്ള മാതാ അമൃതാനന്ദമയി ദേവിയാണ്. അമ്മ എനിക്ക് ലക്ഷ്യബോധം ഉണ്ടാക്കി തന്നു. ആ അമ്മ എൻ്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് ഈ പുസ്തകം ഞാൻ എൻ്റെ ഗുരുവായിട്ടുള്ള അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതാണ് വാക്കുകൾ. നോക്കൂ, ഒരു വൈദ്യൻ ചികിത്സിക്കുന്നേ ഉള്ളൂ. രോഗം മാറ്റുന്നത് ഈശ്വരനാണ് എന്ന തിരിച്ചറിവില് കിഞ്ചിത് കരോമീതി, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എന്റെ ഇന്ദ്രിയങ്ങളാണ് വിഷയങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത്. കരയുമ്പോഴും ഞാൻ കരയുന്നില്ല, ഞാൻ ദുഃഖിക്കുന്നില്ല. എന്റെ മനസ്സാണ് ദുഃഖിക്കുന്നത്. സന്തോഷിക്കുമ്പോൾ എന്റെ മനസ്സാണ് സന്തോഷിക്കുന്നത്. ഞാൻ ആ നിശ്ചല തത്വത്തിൽ അമർന്നിരിക്കുന്ന മുക്തൻ. ഈ ഒരു തിരിച്ചറിവ് ആർക്കുണ്ടോ അവനാണ് മുക്തൻ. ഇതിന് സ്വപ്രയത്നം കൂടിയേ തീരൂ എന്ന് ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ നമ്മളോട് തന്നെ പറയണം. ഉദ്ധരേതാത്മനാത്മാനം ഗീത പറയുന്നില്ലേ? നമ്മൾ നമ്മളെ തന്നെ ഉദ്ധരിക്കണം. നമ്മൾ തിരിച്ചറിയണം, ആത്മൈവ ഹ്യാത്മനോ ബന്ധു, ആത്മൈവ രിപുരാത്മനഃ. ബഹിർമുഖമായിട്ട് അലയുന്ന മനസ്സ് നമ്മുടെ ശത്രുവായിട്ട് വരും. ആ മനസ്സിനെ അതൊക്കെ കൊണ്ടുവന്ന് ആത്മസംസ്തംഭനകൃത്വ നകിഞ്ചിതപി ചിന്തയേത്, ധ്യാനയോഗത്തിലെ ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാൻ. അതിനെ ആത്മാവില് ഉറപ്പിക്കും. ഭഗവാൻ പറയില്ലേ, മയി സന്യസ്യ മത്പര എന്നൊക്കെ പറയില്ലേ, മയ്യേവ മന ആധൽസ്വ എന്ന് പറയില്ലേ. മനസ്സെനിക്ക് തരൂ. മനസ്സിനെ ഭഗവാനിലേക്ക് ലയിപ്പിക്കുന്ന ഒരുവന് പിന്നെ മനസ്സില്ലാണ്ടാവും. ചഞ്ചലമായ ചിത്തം, അതാണ് അതിന്റെ വിസ്താരമാണ് ഈ പ്രപഞ്ചം. ചലിക്കാത്ത ചിത്തം ബ്രഹ്മം, ചലിക്കുന്ന ചിത്തം പ്രപഞ്ചം. ഉറപ്പിക്കും. ഇതിന് വേണ്ടത് സമ്പൂർണമായിട്ടുള്ള ശരണാഗതി. ഭഗവാൻ പറയും, ആത്മവിചാരം ചെയ്യണം. യോഗവാസിഷ്ഠത്തില് രാമനോട് വസിഷ്ഠൻ പറയുന്നത് ഇത് തന്നെയാണ്. ദീർഘസംസാര രോഗസ്യ വിചാരോഹി മഹൌഷധം. ഈ സംസാരം എന്നുള്ള രോഗമാണ്, ഭവരോഗം, ഭവാടവി, സംസാര സാഗരം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളല്ലേ ഈ ലോകാനുഭവങ്ങളെ കുറിച്ച് അറിവുള്ളവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് ഭയപ്പെടുത്തും. ശരീരം ഉള്ളിടത്തോളം കാലം ഇത് ഭയപ്പെടുത്തും നമ്മളെ. ഈ തിരിച്ചറിവിന്റെ നിറവിൽ മാത്രമേ നമുക്ക് നിർഭയത കൈവരിക്കാനാകൂ. ഈ സംസാര രോഗത്തിന്റെ ഒരേ ഒരു ഔഷധം ആത്മവിചാരം ചെയ്യുക എന്നത് മാത്രമാണ്. അന്തർമുഖ വിചാരം ചെയ്ത് സത്യത്തെ കണ്ടെത്തുക. വേറെ വഴിയില്ല ശാന്തിക്ക്, വേറെ സ്വസ്ഥതയ്ക്ക് വേറെ വഴിയില്ല. അത് പെട്ടെന്ന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരും സങ്കടപ്പെടണ്ട. ഭാഗവത ധർമ്മം അനുഷ്ഠിച്ചാൽ മതി. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോമിയത്യൽ സകലം പരസ്മൈ നാരായണായ ഇത് സമർപ്പയാമി. എന്ത് ചെയ്യുമ്പോൾ യത് കരോഷി യദർശനാസി യജ്ജുഘോഷി ദദാതിയത് യത്തപസ്യസി കൗന്തെയ തത്കുരുഷ മതർപ്പണം. എന്ത് ചെയ്യുമ്പോഴും, എന്ത് പറയുമ്പോഴും, എന്ത് ഭക്ഷിക്കാം, എന്ത് ചെയ്യുമ്പോഴും നാരായണായ ഇത് സമർപ്പയാമി. ഈ ഒരു ഭാവനയോടെ ചെയ്യാൻ പഠിക്കുക. വസിഷ്ഠന്റെ രാമനോടുള്ള ഉപദേശങ്ങള് ഈ സന്ദർഭത്തില് വളരെ റിലവന്റ് ആണ്, പ്രസക്തങ്ങളാണ്. എന്തുകൊണ്ടെന്നാല് വിഷാദത്തില് അതിന്റെ ആ പിടിയിൽ അമർന്ന രാമനോടാണ് വസിഷ്ഠൻ ഉപദേശിക്കുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരന്റെ പ്രതീകമായിട്ടാണ് അവതാര പുരുഷൻ അവിടെ. സദ്ഗുരുവാണ് അവിടെ തത്വോപദേശം ചെയ്യുന്നത്. വസിഷ്ഠൻ പറയും, ഇപ്പൊ നിനക്ക് രാമ ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ.
അന്നന്ന് നിന്റെ മുന്നിലെത്തുന്ന കർത്തവ്യകർമ്മങ്ങൾ മനസ്സിന് സമനില കൈക്കൊണ്ടുകൊണ്ട് നിസ്സംഗനായിട്ട് കർത്തൃത്വാഭിമാനം വെടിഞ്ഞ് ദീനഭാവം കൈക്കൊള്ളാതെ സുഖമായിട്ട് ചെയ്തു കൊള്ളുക. എന്നിട്ട് ഈ ലോകത്തിൽ വിഹരിക്കൂ. ലോകേ വിഹരരാഘവ. ആ തത്വത്തിൽ എത്തുന്നത് വരെ ഇതാവട്ടെ നമ്മളെ ഇൻസ്പയർ ചെയ്യണ വാക്കുകൾ, നമുക്ക് പ്രചോദനം തരുന്ന വാക്കുകൾ. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. അന്നന്ന് ചെയ്യേണ്ട വിഹിത കർമ്മങ്ങൾ, നമ്മുടെ കർത്തവ്യ കർമ്മങ്ങൾ മനസ്സിന് സമനില കൈക്കൊണ്ടുകൊണ്ട് ഫലാപേക്ഷയില്ലാതെ ഈശ്വരന്റെ കയ്യിലൊരു ഉപകരണം എന്ന് ഭാവന ചെയ്തുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ, എന്റെ പ്രാരബ്ധം, ഇങ്ങനെയുള്ള ദീനഭാവങ്ങളൊന്നും വേണ്ട. ദീനഭാവം കൈവെടിഞ്ഞ് നിസ്സംഗനായിട്ട് സുഖമായിട്ട് ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ വർത്തിക്കുക. അതിലെത്തണ വരെ ഈ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്ത് അന്ധകരണ ശുദ്ധാവട്ടെ. ഒപ്പം തന്നെ ആത്മവിചാരം ചെയ്യണം. എന്നുവരെ പ്രഹ്ലാദനോട് നരസിംഹസ്വാമി പറഞ്ഞു കൊടുക്കുന്നതാണ്. ആ ബ്രഹ്മ വിശ്രാന്തി പര്യന്തോ വിചാരോസ്തു തവാനക. ബ്രഹ്മത്തിൽ ചെന്ന് വിശ്രമിക്കുന്നത് വരെ, അതായത് ജീവബ്രഹ്മ ഐക്യം നേടുന്നത് വരെ, അതായത് സത്യസാക്ഷാത്കാരം കിട്ടുന്നത് വരെ, ആ ബ്രഹ്മ വിശ്രാന്തി പര്യന്തം, അതുവരെ വിചാരോസ്തു, ആത്മവിചാരം ചെയ്യൂ, ആത്മവിചാരം ചെയ്യൂ. ഇനി ഭഗവാൻ ഈ ബദ്ധനെയും മുക്തനെയും കുറിച്ചുള്ള ഭഗവാന്റെ ചർച്ച അല്ലെങ്കിൽ ഉപദേശം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. സത്സംഗത്തിലിരിക്കൂ ഉദ്ധവരെ. എൻ്റെ ഭക്തരായിട്ടുള്ള സജ്ജനങ്ങളുണ്ട്. അവർ സദാസമയം ഭഗവാനെ കീർത്തിച്ചുകൊണ്ട്, ഭഗവാന്റെ ലീലകളെ കുറിച്ച് സ്തുതിച്ചുകൊണ്ട്, ഭഗവാന്റെ അവതാരങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട്, ഭഗവാന്റെ വൈഭവത്തെ കുറിച്ച് സ്മരിച്ചുകൊണ്ട് ഇങ്ങനെ കഴിയുന്ന സജ്ജനങ്ങളുണ്ട്. അവർ നിരപരാധികളാണ്. അവർക്ക് ദ്രോഹബുദ്ധി ഇല്ല. ഒരു ഉപകാരം ചെയ്താൽ പ്രത്യുപകാരം വേണമെന്നൊന്നും അവർക്ക് മോഹമില്ല. രാഗദ്വേഷങ്ങളില്ല. അങ്ങനെയുള്ള സജ്ജനങ്ങൾ എവിടെയുണ്ടോ അവിടെ പോയിരിക്കും. ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടില്ലേ, സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്വം ജീവൻ മുക്തി. അവരുടെ കൂടെ പോയിരുന്നു കഴിയുമ്പോ ആ സത്സംഗം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളില് സംഘം വെടിയും. നമുക്ക് കണം കണമായിട്ട് ആ പരമാർത്ഥ ജ്ഞാനം കിട്ടും. നമ്മുടെ ഉള്ളിലെ അവിദ്യ അജ്ഞാനം നശിക്കും. നമ്മൾ നിശ്ചല തത്വത്തിൽ അമരും. അതാണ് മുക്തി. അപ്പൊ നമുക്ക് ഇവിടെ നിത്യമുക്തന്മാരായിട്ട് ഈ ലോകത്തില് വിഹരിക്കാം. അതിന് ഭഗവാന്റെ ഈ ഉപദേശങ്ങൾ മാത്രം മതി. ആ ഉദ്ധവരെ പോലെ ആ പാതാരവിന്ദങ്ങളെ സമാശ്രയിച്ചുകൊണ്ട് ഈ വാക്കുകളെ ശ്രദ്ധയോടെ ശ്രവിച്ചുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് വീൺ വാക്കുകളൊന്നും പറയാതെ, വ്യർത്ഥമായ ആഗ്രഹങ്ങളെ ഒന്നും താലോലിക്കാതെ, ഉള്ളിലെ ഭക്തിയും വിശ്വാസവും നിറഞ്ഞ് ആരാണോ മുന്നോട്ട് പോകുന്നത് അവരൊക്കെ ലക്ഷ്യത്തിലെത്തും. നമ്മുടെ ഏകാദശ മനനം നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇത്ര നേരം ഈ വാക്കുകളെയൊക്കെ ശ്രദ്ധാപൂർവം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും ഈശ്വര സ്വരൂപികളായിട്ട് നമസ്കരിച്ചുകൊണ്ട് ഈ ഗഹനമായിട്ടുള്ള ഈ വിഷയത്തെ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് വിനയപൂർവം ധരിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകളെ സർവേശ്വരന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. പരമർഷിഭ്യോ നമഃ.
ഹരി ഇവിടെ ചോദിക്കാനുള്ളത്, പെട്ടെന്ന് നമുക്ക് കണ്ണന്റെ പാദം പിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ഗുരുവിന്റെ പാദം ആദ്യം പിടിച്ചാലും മതിയോ? എങ്ങനെയാണെന്ന് അറിയാൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്നതല്ലേ നല്ലതെന്ന് അറിയാൻ വേണ്ടിയാണ്. ഗുരു ഉപദേശം കൊണ്ടും ശാസ്ത്ര പഠനം കൊണ്ടും നമുക്ക് ഈശ്വരനിലെത്താം. ഓരോരുത്തർക്കും ഓരോ വഴിയാണ്. എല്ലാ വഴിയും എത്തിച്ചേരുന്നത് ഈശ്വരനെ തന്നെയാണ്. ശ്രദ്ധാലുവായിട്ടുള്ള ആ ശാസ്ത്രജ്ഞാനം കിട്ടുന്ന ആ ഗുരു കൃപയുണ്ടെങ്കിൽ ശാസ്ത്രകൃപ ഉണ്ടാവും, ആത്മകൃപ ഉണ്ടാവും, ഈശ്വരകൃപ ഉണ്ടാവും. മതി, ലക്ഷ്യത്തിലെത്താം. ആത്മവിചാരം ചെയ്യാനുള്ള ഒരു വഴികൾ എന്തെങ്കിലും അതിന് ഏത് രീതിയിലാണ് വിചാരം ചെയ്യുന്നത് എന്നുള്ളത്? ധ്യാനം അമ്മ ചെയ്യിപ്പിക്കുന്ന ധ്യാനം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ട്. അതിലെ ഏറ്റവും ആദ്യത്തെ പടിയാണ് ഭഗവാൻ ഉത്തവർക്ക് പറഞ്ഞു കൊടുത്തത്. നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും കർമ്മം യോഗമാക്കി മാറ്റുക. അതാണ് ഏറ്റവും ആദ്യത്തെ പടി. എന്ത് ചെയ്യുമ്പോഴും നാരായണായ സമർപ്പയാമി എന്ന ഭാവനയോടുകൂടി ചെയ്യണം. എന്ത് ചെയ്യുമ്പോഴും അതാണ് കർമ്മത്തെ കർമ്മയോഗമാക്കാനുള്ള ആദ്യത്തെ പടി. എന്താ പറഞ്ഞാൽ പ്രാരബ്ധമാണല്ലോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാരബ്ധത്തിൽ ഇല്ലാത്തതൊന്നും നമ്മൾ അനുഭവിക്കില്ല, പ്രാരബ്ധത്തെ അനുഭവിക്കാതിരിക്കുകയുമില്ല. അപ്പൊ ഈ കൊണ്ടുവന്ന പ്രാരബ്ധം ക്ഷയിപ്പിക്കാനാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് എന്ന് മറക്കരുത്. അപ്പോ ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഞാനാണ് ചെയ്യുന്നത്, ഇതിന്റെ ഫലം എനിക്ക് കിട്ടണം എന്ന ഒരു ആഗ്രഹം വെച്ച് പുലർത്താതെ കർമ്മത്തിനെ കർമ്മയോഗമാക്കി മാറ്റുമ്പോൾ അന്ധകരണം ശുദ്ധമാവും. ആ ശുദ്ധമായ അന്ധകരണം കൊണ്ട് വേണം ധ്യാനിക്കാൻ. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീത 3-ാമത്തെ അധ്യായത്തിൽ കർമ്മയോഗം, 6-ാമത്തെ അധ്യായത്തിൽ ധ്യാനയോഗം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അന്ധകരണം ശുദ്ധമാകുമ്പോഴേ നമുക്ക് ധ്യാനിക്കാനാകൂ. അപ്പോഴേ ആ സർവീശ്വരന്റെ തത്വം തെളിഞ്ഞു കിട്ടും. അപ്പൊ കിട്ടും.